ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. ശോധനയേറിയാലും ജീവിതം തകർന്നെന്നു തോന്നിയാലും, ശോധനയേറിയാലും ജീവിതം തകർന്നെന്നു തോന്നിയാലും, എന്റെ ജീവിതത്തിൽ ഇന്നും ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കും എന്റെ ദൈവം. എന്റെ ജീവിതത്തിൽ ഇന്നും ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കും എന്റെ ദൈവം. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. എല്ലാ വഴികളും അടഞ്ഞിടുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, എല്ലാ വഴികളും അടഞ്ഞിടുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, പുതുവഴി തുറന്ന് എന്നെ നടത്തിയിടുന്ന എന്റെ ദൈവം വലിയവൻ. പുതുവഴി തുറന്ന് എന്നെ നടത്തിയിടുന്ന എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് രണ്ട് വേദഭാഗം ആദ്യം വായിക്കാം. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 3-ാം അധ്യായം 33 34 വാക്യം. തുടർന്ന് വെളിപാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യവും വായിക്കാം. സകല ജനവും കരഞ്ഞു. രാജാവ് അബ്നേറിനെ കുറിച്ച് വിലാപഗീതം ചൊല്ലിയതെന്തെന്നാൽ, അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്. അബ്നേർ, നീയൊരു നീചനെ പോലെയോ മരിക്കേണ്ടത്. നീചൻ എന്ന വാക്കിന് പരിഭാഷ ശരിയല്ല. നീയൊരു വിഡ്ഢിയെ പോലെ ആണോ മരിക്കേണ്ടത്? അടുത്തത്
നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങല ഇട്ടിരുന്നില്ല. നീതി കെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. പ്രിയപ്പെട്ടവരെ, അബ്നേർ എന്ന് പറയുന്ന ഒരു യോദ്ധാവിൻ്റെ മരണത്തിൻ്റെ സമയത്ത് ദാവീദ് ആ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയുടെ അടുക്ക ചെന്ന് പ്രാർത്ഥിച്ചതോ പാടിയതായ ഒരു പാട്ടാണ് ഷുഡ് അബ്നേർ ഡൈ ആസ് എ ഫൂൾ ഡൈ. ഒരു വിഡ്ഢിയെ പോലെ നീ എന്തിനു മരിച്ചു? നീ മരണസമയത്ത് എന്തുകൊണ്ടൊരു വിഡ്ഢിയെ പോലെ ആയിപ്പോയി? ഒരു വിഡ്ഢി മരിക്കുന്നത് പോലെ നീ എന്തിനു മരിച്ചു? നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല, പിന്നെ എന്തിനാണ് നീ ഒരു വിഡ്ഢിയെ പോലെ മരിച്ചത്? പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അനേകർക്കും താല്പര്യമുള്ളൊരു വിഷയമല്ല, ഇമ്പകരമായൊരു വിഷയമല്ല, മധുരമുള്ളൊരു വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, കാരണം മനുഷ്യനെ കഠിനമാക്കുന്ന ഒന്നുണ്ട്. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം മാർദ്ദവമുള്ളതായിരിക്കും, തൊട്ടാൽ മൃദുലമായിരിക്കും, ആ കൈയൊക്കെ ഒന്ന് വളച്ചാൽ വളയുന്നതായിരിക്കും. എന്നാൽ ഒരു മരിച്ചുപോയ മനുഷ്യൻ്റെ ശരീരം വളച്ചാൽ വളയില്ല, അത് ഫ്ലെക്സിബിളായിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, അതല്പം ഹാർഡായിരിക്കും, എളുപ്പത്തിലങ്ങ് വളയില്ല. പ്രിയപ്പെട്ടവരെ, കാരണം മനുഷ്യൻ അവൻ്റെ ചിന്തകളും അവൻ്റെ പ്രവൃത്തികളും അവൻ്റെ മനോഭാവവും ഫ്ലെക്സിബിളല്ലാതെ വരുന്നൊരവസ്ഥയുണ്ട്, കഠിനനായി പോകുന്നൊരവസ്ഥയുണ്ട്, വളയാതെ പോകുന്നൊരവസ്ഥയുണ്ട്, മനുഷ്യഹൃദയം കഠിനപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ ഒരു കുഞ്ഞിൻ്റെ ശരീരം മാർദ്ദവമായിരിക്കുന്ന പോലെ മാർദ്ദവമല്ലാതെ വളച്ചാൽ വളയാതെയായി പോകുന്നൊരവസ്ഥയുണ്ട്. അത് മരണത്തോട് ബന്ധപ്പെട്ടൊരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, മരണത്തോട് ബന്ധപ്പെട്ടതായ ഒരവസ്ഥ, ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ മനുഷ്യൻ കഠിനനായി പോവും. ശരീരത്തിൻ്റെ മരണമല്ല ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ ആത്മാവിലെ മരണം കഴിയുമ്പോഴും അവൻ ഫ്ലെക്സിബിൾ അല്ലാതാവും, കഠിനനായി പോവും, ശാഠ്യക്കാരനായി പോവും, നിർബന്ധ ബുദ്ധിയുള്ളവനായി പോകും, വഴങ്ങാത്തവനായി പോകും, എളിമയില്ലാത്തവനായി പോകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനുഷ്യൻ ആത്മാവിൽ മരിച്ചു കഴിയുമ്പോൾ മനുഷ്യഹൃദയം കഠിനപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അനേകർക്കും അഹങ്കാരം മൂലവും ശാഠ്യം മൂലവും പ്രിയപ്പെട്ടവരെ പിടിവാശി മൂലവും എത്രയോ ദിവസങ്ങളിലെ സന്തോഷമാണ് മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നത്. എത്രയോ ആഹ്ലാദ ദിവസങ്ങളാണ് മനുഷ്യൻ ദുഃഖ ദിവസങ്ങളാക്കി മാറ്റിക്കളയുന്നത്, ശാപമുള്ള ദിവസങ്ങളാക്കി മാറ്റിക്കളയുന്നത്. കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ വളർന്നു വരുന്ന അഹങ്കാരം ഫ്ലെക്സിബിലിറ്റി പോകുന്നു, ഇൻഫ്ലെക്സിബിളായിട്ട് മാറുന്നു, വഴങ്ങാത്തവനായിട്ട് മാറുന്നു. അത് പ്രായമായവർക്കെല്ലാം സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിക്കഴിയുമ്പോൾ മനുഷ്യനെ വളയ്ക്കുന്ന അല്ലെങ്കിൽ മനുഷ്യഹൃദയത്തെ പ്രിയപ്പെട്ടവരെ വഴങ്ങുന്നതാക്കുന്ന, എളിമയുള്ളതാക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തോട് മനുഷ്യൻ താല്പര്യമില്ലാത്തവനായി പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മനുഷ്യൻ്റെ ഹൃദയകാഠിന്യത്തിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 66-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 66-ാമത്തെ വാക്യം. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. കർത്താവായ യേശുവിൻ്റെ കുരിശുമരണം കഴിഞ്ഞ് കർത്താവായ യേശുവിൻ്റെ ശരീരം ഒരു കല്ലറയിൽ വെച്ചു. ആ കല്ലറയ്ക്ക് മുദ്ര വെച്ചു. ആ കല്ലറയ്ക്ക് പ്രിയപ്പെട്ടവരെ കാവൽക്കാരെ വെച്ചു. ആ കല്ലറ അന്നത്തെ റോമൻ ഗവൺമെൻറ്റിൻ്റെ
മുദ്ര വെച്ച് പൂട്ടി. ആരാണ് ഇത് ചെയ്തത്? ബുദ്ധിയില്ലാത്ത മനുഷ്യനല്ല. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനാണ് സോളമൻ. ആ സോളമൻ യഹൂദനായിരുന്നു. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനാണ് യഹൂദൻ. ഇന്നും അവൻ ബുദ്ധിമാനാണ്. പ്രിയപ്പെട്ടവരെ, പത്രമാധ്യമങ്ങൾ നമുക്കറിയാം, യഹൂദൻ്റെ ബുദ്ധി, പ്രിയപ്പെട്ടവരെ, എല്ലാത്തിലും കവിഞ്ഞ ബുദ്ധിയാണ് അവന്. പക്ഷേ ആ ബുദ്ധിമാനായ യഹൂദൻ ചെയ്ത ഏറ്റവും ബുദ്ധിയില്ലാത്തൊരു പ്രവൃത്തിയായിരുന്നു, കർത്താവായ യേശുവിനെ കുരിശിച്ചു, അവൻ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരം ഒരു കല്ലറയിൽ വെച്ചു. അതിന് ശേഷം ആ കല്ലറയ്ക്ക്, പ്രിയപ്പെട്ടവരെ, കാവൽ നിർത്തി ആ കല്ലറ രാജാവിൻ്റെ സീൽ കൊണ്ട് സീൽ ചെയ്തു. ലോക ചരിത്രത്തിൽ ആരും ഇങ്ങനെയൊരു മണ്ടത്തരം ചെയ്തിട്ടില്ല. അതുവരെ ചെയ്തിട്ടില്ല, അതിനുശേഷം ഇന്നേ വരെ ചെയ്തിട്ടില്ല. മരിച്ചുപോയവൻ്റെ ശരീരം ആരെങ്കിലും രാജാവിൻ്റെ മുദ്ര വെച്ച്, ഗവൺമെൻറ്റിൻ്റെ മുദ്ര വെച്ച് സീൽ ചെയ്യുമോ പ്രിയപ്പെട്ടവരെ? പക്ഷേ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമാനെന്നറിയപ്പെടുന്ന യഹൂദൻ ചെയ്തതായ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കർത്താവായ യേശുവിൻ്റെ ശരീരം സീൽ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങളൊന്ന് കാണട്ടെ. ആ മനോഭാവമായിരുന്നു, ഞങ്ങളൊന്ന് കാണട്ടെ ഇവൻ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന്. ഈ ചതിയനൊന്ന് ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്കെല്ലാം അങ്ങനത്തെ തോന്നാപറ്റി തോന്നാറുണ്ട്. പലരെയും, നിസ്സാരന്മാരായ പലരെയും പണം കൊണ്ടും അഹങ്കാരം കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും എല്ലാം ഇടിച്ച് താഴ്ത്തിയിട്ട്, പറഞ്ഞു താഴ്ത്തിയിട്ട്, അവൻ്റെ ഭാവിയെ, പ്രിയപ്പെട്ടവരെ, അവനെ ഇല്ലാതാക്കിയിട്ട് തന്നെത്താനിരുന്ന് ചിരിക്കാറുണ്ട്. ഞങ്ങളൊന്ന് കാണട്ടെ ഇനി അവൻ ഉയരുമോ എന്ന്, ഞങ്ങളൊന്ന് കാണട്ടെ ഇനി അവർ തലപൊക്കുമോ എന്ന്, ഞങ്ങളൊന്ന് കാണട്ടെ ഇനി അവൻ പൊങ്ങി വരുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവം ഇന്നുള്ളതുപോലെ അക്കാലത്തും ഉണ്ടായിരുന്നു. അവർ വിചാരിച്ചു, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ അറിയപ്പെടുന്ന യഹൂദൻ വിചാരിച്ചു, ഇനി ഞങ്ങളൊന്ന് കാണട്ടെ, യേശു എന്താകുമെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചു. പക്ഷേ 28-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ 6-7 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമീൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അവരടച്ചു വയ്ക്കാൻ നോക്കിയത് അവർ വിചാരിച്ച പോലുള്ള ഒരുത്തനല്ല. അത്ഭുത മന്ത്രിയും ധീരനാം ദൈവവും നിത്യപിതാവും സമാധാന പ്രഭു എന്നറിയപ്പെടുന്നവനായ ആ കർത്താവായ യേശുവിനെ ഒരു കല്ലറയ്ക്കുള്ളിൽ അടക്കി വയ്ക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം പൊന്തിയോസ് പീലാത്തോസ് അവനെ കണ്ടില്ല. അവനെ ക്രൂശിക്കാൻ ഉത്തരവിട്ടത് പീലാത്തോസായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു പീലാത്തോസിൻ്റെ അടുക്കൽ പോയില്ല. അവനെ കൊല്ലണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത് അന്നത്തെ മഹാപുരോഹിതനായ കയ്യാഫാവിനായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു കയ്യാഫാവിൻ്റെ അടുക്കലേക്കും പോയില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു അവനെ കണ്ടേ പറ്റൂ എന്ന് നിർബന്ധമുള്ളവരുടെ അടുക്കലേക്ക് അവൻ പോയി. അവനെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ ഇരുന്നവരുടെ അടുക്കലേക്ക് അവൻ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തു തന്നെ കാത്തിരുന്നവരുടെ നടുവിലേക്ക് ആ കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെന്നു. ജനിച്ച ദിവസത്തേക്കാൾ അവൻ സന്തോഷിച്ചതും ലോകം സന്തോഷിച്ചതും അവൻ മരിച്ച ദിവസമാണ്. അവൻ ജനിച്ച ദിവസത്തെ ആണ് ക്രിസ്തുമസ്. അവൻ ജനിച്ച ദിവസത്തേക്കാൾ കർത്താവായ യേശു സന്തോഷിച്ചതും, അവൻ മുഖാന്തരം മറ്റുള്ളവർ സന്തോഷിച്ചതും, അവൻ്റെ അമ്മ സന്തോഷിച്ചതും, അവൻ മുഖാന്തരം മറ്റുള്ളവർ സന്തോഷിച്ചതും അവൻ്റെ മരണ ദിവസമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജനന ദിവസത്തേക്കാൾ നല്ലത് മരണ ദിവസം. അതെങ്ങനെയാണ് സാധിക്കുക? കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. ദൈവമക്കളെ, ഉയർപ്പുണ്ട്, മരണശേഷം ഉയർപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് ഗ്രീക്കിലെ ബുദ്ധിമാന്മാരുടെ അടുക്കൽ ചെന്ന് സംസാരിച്ചു. ഗ്രീസിലെ, ആഥൻസിലെ ബുദ്ധിശാലികളായ ആളോട് കർത്താവായ യേശുവിനെ കുറിച്ച് സംസാരിച്ചു. അവർ താല്പര്യം കാണിച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം
32-ാമത്തെ വാക്യമായിരിക്കണം, ഒന്ന് വായിച്ചു നോക്കാം. അവിടെ എന്താ സംഭവിച്ചത്? മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു, മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് കേട്ടപ്പോൾ ബുദ്ധിമാന്മാർ പരിഹസിച്ചു, ചിരിച്ചു. അങ്ങനെ ഒരു അനുഭവമുണ്ടോ? മരണശേഷം ഒരു പുനരുത്ഥാനമുണ്ടോ? ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? പ്രിയപ്പെട്ടവരെ, ലോകത്തിന് മനസ്സിലാകാത്തൊരു വിഷയമാണത്. ബുദ്ധിമാന്മാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സത്യമാണ് മരണശേഷം ജീവനുണ്ട് എന്നുള്ളത്, മരണശേഷം മനുഷ്യന് പുനരുത്ഥാനമുണ്ട് എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അഥവാ ക്രൈസ്തവ മാർഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മരണശേഷം പുനരുത്ഥാനമുണ്ടെന്നുള്ളതാണ്. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കും, മരിച്ചാൽ മനുഷ്യൻ ജീവിക്കും. മരണശേഷം മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും, അവൻ മരിച്ചാൽ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങൾ പള്ളിയുണ്ടാക്കിയത് വ്യർത്ഥം, നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. അഥവാ ഈ ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ ഉണ്ടാക്കിയത് വ്യർത്ഥമാണ്. ഈ ക്രൈസ്തവൻ്റെ കുരിശുപള്ളികളൊക്കെ വ്യർത്ഥമാണ്. ക്രൈസ്തവൻ്റെ പെരുന്നാളുകളൊക്കെ വ്യർത്ഥമാണ്. ക്രൈസ്തവൻ കാട്ടിക്കൂട്ടുന്ന ആരാധനകളൊക്കെ വ്യർത്ഥമാണ്. മരണശേഷമുള്ളതായ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ സഹോദര, നിന്റെ പള്ളിപ്പോക്ക് വ്യർത്ഥമാണ്, നിന്റെ കുമ്പസാരം വ്യർത്ഥമാണ്, നിന്റെ ദേവാലയത്തിലെ ആരാധന വ്യർത്ഥമാണ്. മരണശേഷം പുനരുത്ഥാനമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ ക്രൈസ്തവ സഹോദരന്മാരെ, നിങ്ങളുടെ സകല ആരാധനയും വ്യർത്ഥം, നിങ്ങളുടെ ദേവാലയം വ്യർത്ഥം, നിങ്ങളുടെ ചടങ്ങുകൾ വ്യർത്ഥം. മരിച്ചശേഷം മനുഷ്യന് പുനരുത്ഥാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതാണ് ക്രൈസ്തവ വിശ്വാസം. മരണത്തോടുകൂടെ ജീവിതം തീരുന്നില്ല. മരണത്തിന് ശേഷം മനുഷ്യൻ ജീവിക്കും. എന്നാൽ ഒരു കാര്യം, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ജീവിച്ചിരിക്കുന്ന നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഷുഗറുള്ള രോഗിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? മധുരമുള്ളത് കഴിക്കരുത്. ഈ കാൽവരി പ്രേയർ ഫെലോഷിപ്പിലെ എറണാകുളത്തുള്ള ഒരു കച്ചവടക്കാരനുണ്ട്. അവനൊരു മകളുണ്ട്, കൊച്ചുമകളുണ്ട്. 5ാം ക്ലാസ്സിൽ അവൻ്റെ പഠിക്കുന്നൊരു കുട്ടിയാണ്. അതിന് ഷുഗറാണ്. ജനിച്ച നാൾ മുതൽ ഷുഗർ രോഗിയാണ്. ഇഞ്ചക്ഷൻ എടുക്കണം. തന്നെത്താനെ കൊച്ച് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് സ്കൂളിൽ വെച്ചാണ് ഷുഗർ കുറഞ്ഞു പോകണമെങ്കിൽ അത് ഇഞ്ചക്ഷൻ എടുക്കും. പ്രിയപ്പെട്ടവരെ, അപ്പൻ പ്രാർത്ഥനയോഗത്തിന് വരുന്നതാണ്, കുടുംബമായി പ്രാർത്ഥനയോഗത്തിന് വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈ അപ്പനൊരു സന്തോഷമുണ്ട്. എന്താ സന്തോഷമെന്നല്ലേ കേൾക്കണ്ടേ? വേറെയും കുഞ്ഞുങ്ങളുണ്ട് അവിടെ. ആ കുഞ്ഞുങ്ങൾക്കൊന്നും ഷുഗർ രോഗമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം മാമ്പഴം മേടിച്ചുകൊണ്ട് വന്ന് മാമ്പഴം പൂളി അവിടെ പ്ലേറ്റിൽ വയ്ക്കുമ്പോൾ, ഡൈനിങ് ടേബിളിൽ വയ്ക്കുമ്പോൾ ബാക്കി കുഞ്ഞുങ്ങളെല്ലാം മാമ്പഴം എടുക്കും, അമ്മയൊക്കെ എടുക്കും. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മോള് പറയും, അനിയത്തിമാരുടെ ചേട്ടത്തിയോടൊക്കെ പറയും, നിങ്ങൾ എൻജോയ് ചെയ്തോ, ഞാൻ മാനേജ് ചെയ്തോളാമെന്ന്. നിങ്ങൾ മാമ്പഴമൊക്കെ തിന്നോ, ഞാൻ കുക്കുംബർ തിന്നോളാമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. സൂക്ഷിക്കണം. ആ കൊച്ചു കുഞ്ഞിന് ചെറുപ്പം മുതലേ ആ ബോധ്യമുണ്ട്, ഞാൻ ഷുഗർ രോഗിയാണ്, സൂക്ഷിക്കണം, മധുരം കഴിക്കാൻ പാടില്ല. ദൈവമക്കളെ, ഓരോ രോഗവും നമ്മൾ കൂടുതൽ സൂക്ഷ്മതയുള്ളവരാക്കും. ഓരോ തരത്തിൽ പ്രാണന് വേണ്ടിയുള്ള സൂക്ഷ്മതയാണ്, ജീവിച്ചിരിക്കാൻ വേണ്ടിയുള്ള സൂക്ഷ്മതയാണ്. വണ്ടി ഓടിക്കുന്നവന് സൂക്ഷ്മതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷ്മതയുണ്ട്. യന്ത്രത്തിൽ പ്രവർത്തിക്കുന്നവനൊരു സൂക്ഷ്മതയുണ്ട്. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു എഞ്ചിനീയറായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വൈദ്യുതി പോസ്റ്റേ കയറുന്നവന് സൂക്ഷ്മതയുണ്ട്. അതൊരു അപകടം പറ്റിയാൽ രണ്ടാമതൊരു ചാൻസ് കിട്ടിയെന്ന് വരികയില്ല ജീവിച്ചിരിക്കാൻ. എന്നാൽ മനുഷ്യരായി നമുക്ക് എല്ലാം ഒരു സൂക്ഷ്മത വേണ്ടതായി വേറൊരു കാര്യമുണ്ട്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന്. എന്താണ് ആ കാര്യം?
അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. അഥവാ നശിച്ചു പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതനായതുകൊണ്ട് ആരും ആത്മാവ് നഷ്ടപ്പെടാത്തവനാവുന്നില്ല. നിങ്ങൾക്കറിയാം, പുരോഹിതന്മാരുടെ മഹാപുരോഹിതന്മാരുടെ എല്ലാം ഓർമ്മ ദിവസങ്ങളിൽ നിങ്ങൾ പള്ളിയിൽ പോയി കാണും. അവിടെ വായിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ കേട്ട് കാണും. പരിശുദ്ധ മധുബഹായിൽ ചവിട്ടിയിട്ടുള്ള കാലുകൾ നഗ്നി നരകത്തിൽ ചവിട്ടാൻ ഇടവരരുതേ. പരിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടുള്ളതായ ചുണ്ടുകൾ തേളിനും പുഴുവിനുമായി വിട്ടുകൊടുക്കരുതേ. പ്രിയപ്പെട്ടവരെ, ആരും അവരുടെ പദവി കൊണ്ട് ആത്മാവ് സുരക്ഷിതമാകില്ല. നമുക്കൊരു പദവി ഉള്ളതുകൊണ്ടോ, ഒരു ഡിഗ്രി ഉള്ളതുകൊണ്ടോ, വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടോ, ഒരു അഭിഷേകം ഉള്ളതുകൊണ്ടോ ആരുടെയും ആത്മാവ് സുരക്ഷിതമാവില്ല. നശിക്കാതിരിക്കണമെങ്കിൽ ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ഉത്തരവാദിത്തം? അതാണ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുത്തത്. സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിൻ്റെ സുവിശേഷം അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവരൊച്ചയുണ്ടാക്കി കൂകി വിളിച്ചു. അവരപ്പോസ്തലനെ ഓടിച്ചു. അപ്പോസ്തലൻ കാലിലെ പൊടി തട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ ഉത്തരവാദികൾ. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെ മാനിക്കണം, ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കണം, മാനസാന്തര അനുഭവം പ്രാപിക്കണം, മാനസാന്തര അനുഭവം നിലനിർത്തണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് ഇന്ന് ബന്ധങ്ങളൊക്കെ വെറുതെയാണ്. ഭാര്യാഭർത്തൃബന്ധമൊക്കെ വെറുതെയാണ്, നിസ്സാരമാണ്. പക്ഷേ ദൈവം യോജിപ്പിച്ചത് എന്ന് പറയുന്ന ഒരേ ഒരു ബന്ധമേ ഉള്ളൂ. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമൊക്കെയുണ്ട്, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെയുണ്ട്. അപ്പനുമായുള്ള അമ്മയായുള്ള ബന്ധം അതൊക്കെ കടമകളാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധം അതെല്ലാം മനുഷ്യൻ്റെ കടമകളാണ്. എന്നാൽ ദൈവം മനുഷ്യന് കൊടുത്തതായൊരു ബന്ധമുണ്ട്, ദൈവം യോജിപ്പിച്ചൊരു ബന്ധമുണ്ട്. അതാണ് ഭാര്യാഭർത്തൃബന്ധം എന്ന് പറയുന്നത്. അത് ദൈവം യോജിപ്പിക്കുന്ന ബന്ധമാണ്. ദൈവമക്കളെ, ആ ബന്ധത്തെ ഉലച്ചിട്ട് നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പോകാൻ സാധിക്കില്ല. ജ്ഞാനിയായ ശലോമോൻ പറയും, 11-ാം അധ്യായത്തിൻ്റെ സദൃശവാക്യം 11:29 പറയും, പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തെ ഉലച്ചിട്ട്, നിന്റെ കുടുംബ ബന്ധത്തെ ഉലച്ചിട്ട്, നിന്റെ ഭാര്യയെ അപമാനിച്ചിട്ട്, നിന്റെ ഭാര്യയെ മർദ്ദിച്ചിട്ട്, നിന്റെ ഭാര്യയെ ചവിട്ടി താഴ്ത്തിയിട്ട്, നിന്റെ ഭർത്താവിനെ അവഗണിച്ചിട്ട്, നിന്റെ ഭർത്താവിൻ്റെ ആഗ്രഹത്തെ എതിരായി നിന്നുകൊണ്ട് നിന്റെ ഭർത്താവിനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിനക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ല. വായിക്കാം, ശലോമോൻ എന്താ പറയുന്നത്? സ്വഭവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായുവത്രേ. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം, ഭോഷൻ ജ്ഞാനഹൃദയന് ദാസനായി. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭവനത്തെ വലച്ചിട്ട്, ദൈവം തന്ന ബന്ധത്തെ വലച്ചിട്ട്, ദൈവം തന്ന ഭർത്താവിനെയും ദൈവം തന്ന ഭാര്യയെയും ചവിട്ടി മതിച്ചിട്ട്, അപമാനിച്ചിട്ട്, നിന്ദിച്ചിട്ട്, കണ്ണീര് കുടിപ്പിച്ചിട്ട് നിനക്കൊന്നുകിൽ മദ്യപാനിയായി പോകാം, നിനക്ക് നരകത്തിൻ്റെ അധികാരത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ, നിനക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേരിത് മനസ്സിലാക്കുന്നുണ്ട്? എത്ര പേരിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്? അനേകർക്ക് ദൈവം തന്ന ബന്ധം എന്നൊക്കെ പറയുന്നത് നിസ്സാരമാണ്. സ്വന്തം ഭവനത്തെ വലയ്ക്കുന്നവൻ്റെ അനുഭവം വായു അത്ര എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ദൈവരാജ്യമില്ല. നിന്റെ മരണ ദിവസം, നിന്റെ ജനദിവസത്തേക്കാൾ നിനക്ക് വേദനയേറിയതായിരിക്കും നിന്റെ മരണ ദിവസം. സ്വന്തം ഭവനത്തെ സൂക്ഷിക്കുക, ദൈവം തന്ന ബന്ധങ്ങളെ സൂക്ഷിക്കുക, ദൈവം തന്ന കടമകളെ സൂക്ഷിക്കുക, മാതാപിതാക്കന്മാരെ മാനിക്കുക, ആ കടമകളൊക്കെ നിർവഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്താവിനെ താങ്ങുക. എൻ്റെ എത്ര കഴിവെനിക്ക് ഭാര്യയ്ക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവ് സ്ത്രീധനം ബലഹീനപാത്രമെന്ന് കരുതുക. ഭാര്യയുടെ നടപ്പിനാൽ ഭർത്താവിന് മാനസാന്തരം കിട്ടുമെന്ന് ഓർക്കുക. നിന്റെ ഭർത്താവിന് നേടാനുള്ള കൃപ നിനക്ക് കിട്ടും. എപ്പോഴാണ് ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് കിട്ടുക? ആഭരണമണിഞ്ഞാലല്ല, പൊന്നണിഞ്ഞാലല്ല, സൗന്ദര്യമുള്ള ഡ്രസ്സ് ധരിച്ചാലല്ല. ഭർത്താവിൻ്റെ ഹൃദയത്തെ കവരാനുള്ളതായ ഒരു നല്ല ഹൃദയം ഭാര്യയ്ക്ക് കിട്ടണമെങ്കിൽ ആഭരണം ധരിച്ചതുകൊണ്ടോ അലങ്കാരം ധരിച്ചതുകൊണ്ട് കിട്ടുകയില്ല. അവളുടെ ഹൃദയത്തിൽ ക്രിസ്തു വരണം, യേശു ക്രിസ്തു വരണം. പ്രിയപ്പെട്ടവരെ, കൂശിന് തൻ്റെ ദുഃഖം പുള്ളിപ്പുള്ളിക്ക് തൻ്റെ പുള്ളിയെ മാറ്റുവാൻ കഴിയില്ലെങ്കിലും തിന്മ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ,
ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യവാനിക്ക് പ്രിയപ്പെട്ടവരെ, ചീത്ത പറയുന്ന നിങ്ങളുടെ അധരങ്ങൾക്ക് നല്ലത് പറയാൻ പറ്റും. ഇന്ന് ചീത്ത വാക്കേ വരൂ, ഇന്ന് കോപവാക്കേ വരൂ, ഇന്ന് അസഭ്യ വാക്കേ വരൂ, ഇന്ന് പെറുപെറുക്കുന്ന വാക്കേ വരൂ. എന്നാൽ മകളെ, നിൻ്റെ വായിലെ വാക്ക് മാറും, അത് മാറും. സഹോദരാ, നിനക്കിന്ന് മദ്യത്തിൻ്റെ ഗന്ധമുണ്ട്, നിനക്കിന്ന് മദ്യത്തിൻ്റെ മണമുണ്ട്. ആ മണം മാറും. എപ്പോഴാണ് മാറണമെന്നറിയാവോ? പിതാക്കന്മാർ പാടി പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പാടാൻ പ്രിയപ്പെട്ടവരെ. നിൻ്റെ അധരങ്ങൾ മധു വർഷിക്കുന്നുവെന്നും നിൻ്റെ വസ്ത്രത്തിൻ്റെ സുഗന്ധം മാറുമെന്നും നിൻ്റെ ഗന്ധം മാറുമെന്നെല്ലാം പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊന്ന് പാടാം. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സൂനോ നൃപതി ശലോമോൻ വിമല സഭേ നിന്നേലാളിപ്പോ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടപ്പോൾ ശ്രീവായെ വന്ദിപ്പതിനാ രാജാവാം മശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വായിലെ അസഭ്യ വാക്ക് മാറും, ചീത്ത പറയുന്ന വാക്ക് മാറും, നിങ്ങളുടെ ഗന്ധം മാറും, നിങ്ങളുടെ മദ്യത്തിൻ്റെ ഗന്ധം മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കറ മാറും. നീ കറ തീണ്ടാത്തവളാവും, നീ കറയില്ലാത്ത മനുഷ്യനാവും. നിൻ്റെ കളങ്കം മാറും, നിൻ്റെ സകലപാപവും മാറും. നീ സുന്ദരിയായി, നിൻ്റെ ഹൃദയം സുന്ദരമായി തീരും. എപ്പോഴാണെന്നറിയാവോ? നീ ക്രിസ്തുവിൻ്റെ കുരിശിനെ നമ്പണം, സ്ലീബായെ പിടിക്കണം, ക്രിസ്തുവിൻ്റെ കുരിശിനെ നീ ആദരിക്കണം. നിനക്ക് വേണ്ടി മരിച്ച ക്രിസ്തു, അവന് വേണ്ടി നിൻ്റെ ചങ്ക് തുറന്നു കൊടുക്കുമ്പോൾ നിൻ്റെ വായിലെ വാക്ക് മാറും, നിൻ്റെ ഹൃദയം മാറും, നിൻ്റെ ദുർഗന്ധം മാറും. പ്രിയപ്പെട്ടവരെ, അനുഭവിക്കാമെന്ന് ആരെല്ലാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുത്താൽ മതി. ഞാൻ ദൈവത്തോട് വാക്ക് പറയുന്നു, യഹോവയോട് ഞാൻ വാക്ക് പറയുന്നു. പ്രിയപ്പെട്ടവരെ, മനസാന്തരത്തിനുള്ളതായ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. മനസാന്തരത്തിൻ്റെ ആത്മാവ് ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നിൻ്റെ മണം മാറും, നിൻ്റെ വായിലെ പാമ്പ് മാറും. സർപ്പവിഷം നിൻ്റെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. നിൻ്റെ വായിലെ പാമ്പിൻ്റെ വിഷം മാറും, നിൻ്റെ വാ കൊണ്ടുണ്ടാക്കുന്ന ശാപം മാറും. അതിനെല്ലാം പകരം നീ പ്രാർത്ഥിക്കുന്നവളായി മാറും, നീ ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന കുഞ്ഞായി മാറും. നിനക്ക് അനുഭവങ്ങളെ ദൈവം തരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് നിലവിളിക്കുകയാണ്. അബ്നേർ എന്ന് പറയുന്ന ആ പട്ടാളക്കാരൻ മരിച്ചു കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, അബ്നേർ ഇസ്രായേലിലെ ദാവീദിൻ്റെ കാലത്ത് അന്ന് രാജാവായിരുന്നത് ശൗൽ രാജാവായിരുന്നു. പട്ടാളത്തിൻ്റെ മേധാവിയായിരുന്നു അബ്നേർ. ദാവീദിൻ്റെ പട്ടാള മേധാവിയായിരുന്നു യോവാബ്. യോവാബിനൊരു സഹോദരനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് അസഹേൽ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ അസഹേലിനെ ഈ അബ്നേർ കൊല്ലാനടവന്നു, കൊന്നുകളഞ്ഞു. അക്കാലത്തൊരു നിയമം ഉണ്ടായിരുന്നു. ഒരാളെ കൊന്നാൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൊലയ്ക്ക് പകരം കൊല. ആ നിയമം ഉണ്ടായിരുന്ന കാലത്താണ് സംഭവിച്ചത്. അപ്പോൾ തൻ്റെ സഹോദരനായ അസഹേലിനെ കൊല്ലണമെന്ന് യോവാബ്, ദാവീദിൻ്റെ പടനായകനായ യോവാബിന് ആഗ്രഹം. അവൻ അവസരം കാത്തിരിക്കുകയായിരുന്നു. ആ കാലത്ത് തന്നെ മറ്റൊരു നിയമം ഉണ്ടായിരുന്നു. ഇതുപോലെ അബദ്ധവശാൽ ആരെങ്കിലും കൊന്നുപോയാൽ, പ്രിയപ്പെട്ടവരെ, കൊന്നുപോയാൽ എന്തു ചെയ്യും? എന്നാൽ അന്ന് മോശയുടെ കാലത്ത് ദൈവം
മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തിനൊരു നിയമം ഉണ്ടായിരുന്നു. അങ്ങനെ അവിചാരിതമായ ഒരു പാപത്തിൽ ഒരാളെ കൊന്നുപോയാൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ വേണ്ടി, അഥവാ അവനെ മറ്റൊരാൾ പകരം വീട്ടി കൊല്ലും, അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സങ്കേത നഗരം എന്ന് പറയുന്ന ഓരോ പട്ടണത്തിലും ഒരു പ്രദേശം തിരിച്ചു വച്ചിരുന്നു, അടയാളപ്പെടുത്തിയ ഒരു കോട്ട കെട്ടി വെച്ചിരുന്നു. സങ്കേത നഗരങ്ങൾ എന്ന് പറയും. കനാൻ നാട്ടിൽ ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെ ഒരു സങ്കേത നഗരം ഉണ്ടായിരുന്നു. 6 സങ്കേത നഗരങ്ങളുണ്ടായിരുന്നു. അതിലൊരു സ്ഥലമാണ് ഹെബ്രോൻ എന്ന് പറയുന്നത്. അവിടെയായിരുന്നു ദാവീദിൻ്റെ കൊട്ടാരവും ദാവീദ് ഭരിക്കുന്നത്. ഹെബ്രോനിൽ ഒരു അടയാളപ്പെടുത്തിയ സ്ഥലമുണ്ട്. ഒരാളെ കൊന്നുപോയാൽ അവനെ കൊല്ലാൻ പുറകെ ആൾ വരും. അത് അന്നത്തെ നിയമമാണ്. അവനെ പകരം കൊല്ലും. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. കൊന്നുപോയ മനുഷ്യൻ, കൊലപാതകിയായ മനുഷ്യൻ ആ സങ്കേത നഗരമെന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ പട്ടണത്തിനകത്തേക്ക് അവൻ്റെ കാല് വെച്ചൊന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കൊല്ലാൻ മേല. അത് നിയമമാണ് അവിടെ, അവരുടെ നിയമം, ആ രാജ്യത്തിൻ്റെ നിയമമാണത്. അവനെ പിന്നെ കൊല്ലാൻ മേല. കുറേ കാലത്തിന് ശേഷം അവന് സ്വതന്ത്രനായി പോവുകയും ചെയ്യാം. ഹെബ്രോനിൽ പ്രിയപ്പെട്ടവരെ, അബ്നേർ എന്ന് പറയുന്ന ഈ വ്യക്തി, ശൗലിൻ്റെ പടനായകനായ അബ്നേർ, അസഹേലിനെ കൊന്നവനാണ്. അവൻ ദാവീദിനോട് ചെങ്ങാത്തം വന്നു. അവൻ ഒരു മനംതിരിവൊക്കെ വന്നു, ദാവീദിനെ കാണാനായിട്ട് വന്നു. അതാണ് 2 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കാം. 3-ന്റെ 21-ാമത്തെ വാക്യം വായിക്കാം. അബ്നേർ ദാവീദിനോട്, ഞാൻ ചെന്ന് ഇസ്രായേലൊക്കെയും യജമാനായ രാജാവിനോട് ഉടമ്പടി ചെയ്യേണ്ടതിന് അവരെ നിന്റെ അടുക്കൽ കൂട്ടിവരുത്തും. അപ്പോൾ നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും രാജാവായിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബ്നേറിനെ യാത്ര അയച്ചു. അവൻ സമാധാനത്തോടെ പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അബ്നേർ ഇങ്ങനെയൊക്കെ ഒരു കൊലപാതകമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആള് ദാവീദിൻ്റെ അടുക്കൽ വന്നു. ദാവീദിനോട് ലോഹ്യമായിട്ടൊക്കെ പറഞ്ഞു, ദാവീദിനെ രാജാവാക്കാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സമാധാനത്തോടെ ദാവീദിൻ്റെ വീട്ടിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞങ്ങ് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ പോകുന്ന വഴിക്ക് ദാവീദിൻ്റെ പടയാളക്കാരനായ യോവാബ് കണ്ടു തൻ്റെ സഹോദരനെ കൊന്നവൻ ദേ പോണു. അവൻ എന്ത് ചെയ്തു എന്നറിയാം? 27-ാമത്തെ വാക്യം. 27-ാമത്തെ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറവാൻ അവനെ പടിവാതുക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്വകാര്യം പറയാൻ വേണ്ടി വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ സഹോദരനായ അസാഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്ത് കുത്തി കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പകരം വീട്ടിൽ കൊന്നുകളഞ്ഞു. ആ സംഭവം കണ്ടിട്ട് അങ്ങനെ മരിച്ചു കിടക്കുന്ന തൻ്റെ സമാധാനത്തോടെ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. സമാധാനത്തോടെ അങ്ങ് പോയതാ വ്യക്തിയായി അബ്നേർ. ദാവീദിനോട് സമാധാനം പറഞ്ഞങ്ങ് പോയതാ. 2 പേര് ഷെയ്ക്കാൻ്റെ അടുത്തങ്ങ് പോയതാ. പക്ഷേ ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഇതാ മരിച്ചു കിടക്കുന്നു. അത് കണ്ടിട്ടാണ് ദാവീദ് പറയുന്നത്, അബ്നേർ, ആർ യു എ ഫൂൾ? നീ ഒരു വിഡ്ഢിയായി പോയല്ലോ. വൈ ഡു യു ഡൈ ആസ് എ ഫൂൾ ഡൈ? എന്താണ് കാരണം? അവൻ നിന്ന് സംസാരിച്ച ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ടടുത്ത് അടയാളപ്പെടുത്തിയ സ്ഥലമുണ്ടായിരുന്നു. അങ്ങോട്ടേക്കൊന്ന് കാൽ വെച്ചാൽ മതി, നിന്നാൽ മതിയായിരുന്നു. അവനെ യോവാബ് കൊല്ലൂലായിരുന്നു. നിയമം അനുസരിച്ച് കൊല്ലാൻ പാടില്ലായിരുന്നു. ഒരു കാലെടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതിയായിരുന്നു, അവനെ കൊല്ലൂലായിരുന്നു. പക്ഷേ ആ സമയത്ത് അവൻ ആ ബുദ്ധി തോന്നിയില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നതായ ആ ബുദ്ധി, ഒരു പാപം ചെയ്തു പോയ വ്യക്തിക്ക്, പ്രിയപ്പെട്ടവരെ, ശിക്ഷ കിട്ടാതിരിക്കാനുള്ള ഒരു നിയമം അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കൊല ചെയ്തു പോയ വ്യക്തിക്ക് കൊല്ലപ്പെടാതിരിക്കാൻ നിയമം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാലെടുത്ത് അവനങ്ങ് വെച്ചിരുന്നെങ്കിൽ അവൻ ആ അടയാളപ്പെടുത്തിയ സങ്കേത നഗരത്തിനകത്താകുമായിരുന്നു. അവന് പിന്നെ കൊല്ലൂലായിരുന്നു. അത് ചെയ്തില്ല. അതാണ് ദാവീദ് പറയുന്നത്, ഷുഡ് അബ്നേർ, നീ എന്തിനൊരു വിഡ്ഢിയെ പോലെ മരിച്ചു? നിന്റെ കാൽ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കൈക്ക് ചങ്ങലയുണ്ടായിരുന്നില്ല, നിനക്കൊരു കാലെടുത്ത് അങ്ങ് വെച്ചാൽ പോരായിരുന്നു. എന്തിനാ നീ ഇങ്ങനെ വിഡ്ഢിയായിട്ട് മരിച്ചതെന്ന്? പ്രിയപ്പെട്ടവരെ, ഇതെനിക്കും നിങ്ങൾക്കുമുള്ളൊരു സന്ദേശമാണ്. പാപത്തിന് പരിഹാരമായിട്ട് ക്രിസ്തു കാൽവരിയിൽ മരിച്ചിട്ടുണ്ട്. എൻ്റെയും നിൻ്റെയും പാപത്തിന് പകരമായി ശിക്ഷയേൽക്കാതെ, നരകമേൽക്കാതെ,
നരകത്തിൽ എറിയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെയും നിൻ്റെയും പാപത്തിന് പരിഹാരമായിട്ട് കാൽവരിയിൽ യേശുക്രിസ്തു മരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവനെ, ഇന്ന് രാത്രി ആ യേശുവിനെ നീ സ്വീകരിച്ചാൽ നീ ഒരു മഠയനായിട്ട് മരിക്കേണ്ടി വരികയില്ല, നീ ഒരു വിഡ്ഢിയായിട്ട് മരിക്കേണ്ടി വരികയില്ല. അല്ലെങ്കിൽ മരണസമയത്ത് നീ ഒരു മരമണ്ടനായിരിക്കും, നീ ഒരു വിഡ്ഢിയായിരിക്കും. കർത്താവെ, ഹൃദയത്തിലേക്ക് വരണമെന്ന് വിളിച്ച് ഒരു മാനസാന്തരത്തിന് ഇടകൊടുക്കാതെ, അതാണ് പിതാക്കന്മാർ പറഞ്ഞത്, ശരണത്തിൽ മരിച്ചില്ല എങ്കിൽ ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗ്യമരണം പ്രാപിക്കാൻ അവസരമുള്ളവനാണ് ഞാനും നീയും. നമ്മുടെ ജനന ദിവസത്തേക്കാൾ സന്തോഷമുള്ളതായ ഒരു മരണ ദിവസത്തിന് നമുക്ക് അർഹതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനൊരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ പുസ്തകം അടച്ചിട്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ. പ്രിയപ്പെട്ടവരെ, മരണ ദിവസം നീ ഒരു ബുദ്ധിമാനായിരിക്കണം. മരണനാളിൽ നിനക്ക് നിന്റെ ഭാവി എന്തെന്ന് അറിഞ്ഞു മരിക്കാം. അതാണ് നിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. അതാണ് പിതാക്കന്മാർ പറയുന്നത്, ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ പ്രിയപ്പെട്ടവരെ, അതെന്താണ് ആ ബുദ്ധി എന്ന് പറയുന്നത്? ഇതുപോലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഇതുപോലെയുള്ളതായ ദിവസം, സഹോദര, നിന്റെ പാപത്തിന് ശമ്പളമായ മരണം, അഗ്നി, നരകം നീ പ്രാപിക്കാതിരിപ്പാൻ ഒരേ ഒരു കാര്യം നീ ചെയ്താൽ മതി. ഒരേ ഒരു കാര്യമേ നീ ചെയ്യേണ്ടുള്ളൂ. അബ്നേർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നുള്ളൂ, അവൻ്റെ കാലെടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതിയായിരുന്നു. എന്നാൽ അവൻ അബ്നേർ മരിക്കേണ്ടത് ആവശ്യമില്ലായിരുന്നു. നിന്റെ ഹൃദയം തുറന്ന്, നിന്റെ വാ തുറന്ന്, നിന്റെ കണ്ണുകൾ അടച്ചിട്ട്, കർത്താവായ യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ പടഞ്ഞു മരിച്ചവനായ യേശുവേ, നിന്റെ പുണ്യാഹ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ മനസ്സൊന്ന് കഴുകണമേ, എൻ്റെ മനസ്സാക്ഷി ഒന്ന് കഴുകണമേ, എൻ്റെ ഹൃദയം ഒന്ന് കഴുകിത്തരണമേ, എൻ്റെ ചിന്തകളെ കഴുകണമേ, എൻ്റെ തലച്ചോറിനെ കഴുകണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, ഞാൻ ചെയ്തു പോയ വേശ്യാവൃത്തി ക്ഷമിക്കണമേ, ഞാൻ ചെയ്തു പോയ മോഷണം ക്ഷമിക്കണമേ, ഞാൻ ചെയ്തു പോയ മർദ്ദനങ്ങൾ ക്ഷമിക്കണമേ, ഞാൻ അന്യായം ചെയ്തത് ക്ഷമിക്കണമേ. കർത്താവേ, ഞാൻ ചെയ്തു പോയ പല നുണകളുണ്ട്, എല്ലാം ക്ഷമിക്കണമേ. എന്നെ കഴുകണമേ, എൻ്റെ ഹൃദയത്തെ കഴുകണമേ, എൻ്റെ മാലിന്യം കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, എന്നെ നിർമ്മലീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിന്റെ വാ തുറന്ന് നീ ഒന്ന് വിളിച്ചാൽ മതി, യേശുവിനെ വിളിച്ചാൽ മതി. നീ മരണ സമയത്ത് ഭോഷനാകേണ്ട ആവശ്യമില്ല. തീരുമാനമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവേ, എൻ്റെ പാപം കഴുകണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ മാലിന്യം കഴുകണമേ, എൻ്റെ അകൃത്യം കഴുകണമേ, എൻ്റെ മോഷണം കഴുകണമേ, എൻ്റെ മദ്യപാനം കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ കറ പോക്കണമേ. കർത്താവേ, എൻ്റെ മേലുള്ളതായ സകല പാപവും ക്ഷമിച്ചു തരണമേ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രിയപ്പെട്ടവരെ, മരണക്കിടക്കയിൽ ഈ ശബ്ദം നിങ്ങളെ സന്ദർശിക്കട്ടെ. മരണക്കിടക്കയിൽ ഈ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ. നീ സ്വർഗത്തിലേക്കാണ്, നരകത്തിലേക്കല്ല. എങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് മരിക്കാം, അറിഞ്ഞുകൊണ്ട് മരിക്കാം. ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് മരിക്കാം. അതാണ് മരണ ദിവസത്തെ ഭാഗ്യമെന്ന് പറയുന്നത്. അതാണ് മരണ ദിവസത്തെ ഭാഗ്യമെന്ന് പറയുന്നത്. അതിനൊരേ ഒരു കാര്യമേ ഉള്ളൂ, ഇന്ന് രാത്രി യേശുവിനെ ഹൃദയത്തിലേക്ക് വിളിക്കുക. ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നു. ഇന്ന് രാത്രി തീരുമാനമെടുക്കുക. ഇന്ന് മുതൽ ഞാൻ യേശുവിൻ്റെ വക. ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാവെടുത്തെന്ന് പറ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ ഞാൻ യേശുവിൻ്റെ വക. ഇന്ന് മുതൽ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യില്ല. ഇന്ന് മുതൽ അറിഞ്ഞുകൊണ്ടൊരു വേണ്ടാധീനമില്ല. ഇന്ന് മുതൽ ഒരു മദ്യപാനാത്തിലേക്കില്ല. ഇന്ന് മുതൽ കലഹത്തിലേക്കില്ല. ഇന്ന് മുതൽ പിണങ്ങിക്കിടക്കാനില്ല. യേശുവേ, ഇന്ന് മുതൽ ഞാൻ പുതിയൊരു സൃഷ്ടി. ഞാൻ ഇന്ന് മുതൽ പുതിയൊരു സൃഷ്ടി. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മക്കളെ സന്ദർശിക്കുവാൻ നീ കടന്നു വന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ മക്കളോട് സംസാരിക്കുവാൻ, അവരെ സ്വർഗത്തിലാക്കാൻ നിൻ്റെ ആത്മാവിൻ്റെ പ്രയത്നം, നിൻ്റെ ആത്മാവിൻ്റെ അധ്വാനം കണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവേ. ഈ മക്കളെ അനുഗ്രഹിക്കണമേ, അവരുടെ പാപങ്ങൾ പൊറുക്കണമേ, അവരുടെ കുടുംബങ്ങളിൽ സമാധാനം വരണമേ, അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ ഭവനങ്ങൾ സമാധാനമുള്ളതാക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഉത്തരം തരുമാറാകണമേ.